പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ RSSനും BJPക്കുമെതിരെ വിമർശനം കടുപ്പിച്ച് കോൺഗ്രസും CPMും. BJP നേതാക്കളുടെ അധിക്ഷേപം വേദനിപ്പിച്ചെന്ന് ആക്രമണം നേരിട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രതികരിച്ചു. പുതുശ്ശേരിയിൽ DYFIയും യൂത്ത് കോൺഗ്രസും കരോൾ സംഘടിപ്പിക്കും. പാലക്കാട് പുതുശ്ശേരിയിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച കാരളിനിടെയാണ് RSS പ്രവർത്തകൻ ആക്രമണം നടത്തിയത്. കാരൾ സംഘം മദ്യപിച്ചിരുന്നെന്നായിരുന്നു സംഭവത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാറിന്റെ പ്രതികരണം. ആക്രമണത്തെക്കാൾ വേദനിപ്പിച്ചത് BJP നേതാക്കളുടെ അധിക്ഷേപമെന്നായിരുന്നു കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രതികരണം. 11, 12, 13 ഈ വയസ്സുള്ള കുട്ടികൾ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു ഈ കരോൾ സംഘത്തിലുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു മക്കളെ വളർത്തുന്നത് ഒരു ക്രിമിനൽ സംഘമാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ. കാരണം ഇവരൊക്കെ അങ്ങനെയാണ് നടത്തിയെന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ പറയുമ്പോൾ ആൾക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടല്ലേ. അവർ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളല്ലേ. പാലക്കാട്ടെ മതസൗഹാർദ്ദം തകർക്കാനാണ് BJP ശ്രമമെന്ന് DCC അധ്യക്ഷൻ A തങ്കപ്പൻ ആരോപിച്ചു. BJP തുടർച്ചയായി ക്രൈസ്തവരെ ആക്രമിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. ആ കരോൾ സംഘത്തിൽപ്പെട്ട കുട്ടികളെ പോലും ആക്ഷേപിക്കുകയും അവരെ മദ്യപാനികൾ എന്ന് വിളിക്കുകയും ചെയ്തിട്ടുള്ള BJP നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവർ തയ്യാറാകേണ്ടതാണ്. ആക്രമണം നടന്ന പുതുശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് സ്നേഹക്കാരൽ നടത്തും. കേരളത്തിലെ തൊഗാഡിയാണ് C കൃഷ്ണകുമാറെന്ന് DYFI ആരോപിച്ചു. തങ്ങളുടെ 25,000 യൂണിറ്റുകളിൽ കാറൽ നടത്തുമെന്നും DYFI പ്രഖ്യാപിച്ചു. 14 വയസ്സിന് മാത്രം താഴെയുള്ള കുട്ടികൾ നേതൃത്വം കൊടുത്ത ക്രിസ്മസ് കരോളിനെതിരെയായി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് വളരെ നിന്ദ്യമായ ആക്രമണത്തിന് RSS നേതൃത്വം നൽകിയത്. DYFI നേതൃത്വം കൊടുത്ത് കേരളത്തിലെ 2500 യൂണിറ്റുകളിലും പ്രതിഷേധ കരോൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.